ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഗാർഡനിലാണ്. അഡ്രസ്സൊക്കെ ഞാൻ അവസാനം പറയാവേ. അഡ്രസ്സ് പറയാനൊന്നും എനിക്ക് ഇപ്പോൾ അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഫ്രണ്ടിൽ കയറുക. അപ്പോഴത്തേക്ക് അവർ നമുക്ക് രണ്ട് കോട്ട തരും സ്ട്രോബെറി പറിക്കാൻ. അങ്ങനെ നമുക്ക് സ്ട്രോബെറി പറിക്കാൻ പോകാം. എന്നിട്ട് അവസാനം എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി പറിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഗാർഡനകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, നല്ല പഴുപഴുത്ത സാധനം, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ സ്ട്രോബെറി കിട്ടും. ക്യാമറയിൽ ഫ്രണ്ടിൽ വരാൻ താല്പര്യമില്ലാത്ത എൻ്റെ ബ്യൂട്ടിഫുൾ കണവനാണ്. വേണ്ടോ, ഇത് നമുക്ക് ഇവിടുന്ന് പറിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവർ kg നോക്കി റേറ്റ് പറയും. എത്രയാണ് റേറ്റ് എന്ന് അറിഞ്ഞൂടാ kg. നമ്മളവിടെ പോയിട്ട് നോക്കിയിട്ട് ഇതുപോലെ 5-6 സ്ഥലം ഇതുപോലെ ഇങ്ങനെ കൂടാരത്തിനകത്ത്. ഇപ്പം നല്ല മഴയുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ കൂടാരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. മഴ ഉള്ളതെന്ന് നിൽക്കാം. നിറയെ അപ്പുറപ്പുറമൊക്കെ ഒരു 5-6 ഇതുണ്ട്. ഞങ്ങൾ കുറേയൊക്കെ പറിച്ച് കൊട്ടക്കണക്കിന് 2-3 കൊട്ട പറിച്ച്. നല്ല രസമുണ്ട് നൈസ്. അപ്പം ഞാനിവിടെ നിന്ന് ലൈവായിട്ട് ഒരെണ്ണം പറിച്ച് കഴിക്കാം. ഒരു വലുത് പറിക്കാം നമുക്ക്. ഇതിൻ്റെ ഇടയെന്ന് പറിക്കാം. ഇടയെന്ന് വരണം. പറിച്ചെടുത്ത് കഴുകിയൊന്നും ചെയ്തില്ല. നല്ല മധുരം. സൂപ്പർ മധുരം. നോർമലി അത്രയും മധുരമുള്ള സ്ട്രോബെറി ഞാൻ കഴിച്ചിട്ടേ ഇല്ല, പക്ഷേ ഇത് സൂപ്പർ മധുരം. ഇത് പഴുത്താണ് നമുക്ക്, അതായത് നല്ല മധുരമുള്ള സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇവിടെ നിന്ന് ഒരു താഴ്ന്നിങ്ങനെ വരും, അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല മധുരമുള്ള സാധനമാണെന്ന്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡിൻബറയിലെ കേർണി ഹൗസ് ഫ്രൂട്ട് ഫാമാണ്. ഞാൻ എന്തായാലും ഫസ്റ്റ് കമൻ്റായിട്ട് അത് പിൻ ചെയ്ത് വെക്കാം. 10 to 4:30 വരെയാണ് ഇത് ഓപ്പണിംഗ് ആവുന്നത്. അതുകൊണ്ട് വേഗം പോവുക, എന്നാലേ അവിടുത്തെ എല്ലാം കാണാൻ പറ്റും. അവിടെ സൂര്യകാന്തി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ പോയാൽ എല്ലാം കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.